ഹലോ പോലീസ് ഫ്രെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണെന്ന് പറയാം. അപ്പം എനിക്ക് ഒത്തിരി ദിവസമായിട്ട് ഭയങ്കര കൊതിയായിരുന്നു പായസം കുടിക്കണം. അപ്പോൾ വിഷു ഒക്കെ ഇനി വരാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഹോം മെയ്ഡ് പായസം ഉണ്ടാക്കിയേക്കാന്ന്. അപ്പോൾ സാധാരണ ഇവിടെ ചെറുപയർ പരിപ്പ് പിന്നെ അടപ്രഥമൻ ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. നമ്മൾ തേങ്ങാപ്പാലെടുക്കണം, അങ്ങനെ ഒത്തിരി പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് കുടിക്കാൻ കൊതി തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചപ്പോൾ പാലട കിറ്റ് ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതെല്ലാം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കിറ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാ. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞപ്പോൾ പപ്പ എനിക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കിച്ചൺ ട്രഷറിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാലട മിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഉണ്ടാക്കാം. അപ്പം കുഞ്ഞിപ്പെണ്ണിനും കൊടുത്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു പാലട അതേ ഇൻസ്റ്റൻ്റ് ആയിട്ടല്ലായിരുന്നു, വേറെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചുണ്ടാക്കുക ചെയ്തേ. പക്ഷെ അതത്ര ഒത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് അപ്പം കുഞ്ഞിപ്പെണ്ണിന് കൊടുക്കാമല്ലോ എന്ന് വെച്ചു. അപ്പം ഇത് നമുക്ക് ഒന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ വെച്ച് വേണം നമ്മൾ തിളപ്പിക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേന് പാല് ചെറുതായിട്ട് തിളച്ചൊക്കെ വരുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഇൻസ്റ്റൻറ്റ് മിക്സ് അങ്ങോട്ട് ചേർക്കണം. അപ്പോൾ ചേർത്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഇളക്കണം കേട്ടോ. അപ്പം ഇളക്കുന്ന ടൈമും കൊണ്ട് നമുക്ക് നട്ട്സൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വറക്കാം. പക്ഷേ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പം അത്യാവശ്യം നട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നട്ട്സൊന്നും വേറെ ഇടാനൊന്നും പോയി. പിന്നെ ഇതിലേക്ക് നമ്മൾ നെയ്യൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ആദ്യമേ ഒന്ന് ചെയ്തിട്ട് ഒരു 10-25 മിനിറ്റ് ഇങ്ങനെ ഇളക്കി ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ശേഷമാണ് ഞാൻ നെയ്യ് ചേർത്തത്. പിന്നെ ഇതിൽ ഓൾറെഡി നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിൽ തന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇപ്പം ഈ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഷുഗറിനോടൊക്കെ കുറച്ചുകൂടി ക്രേവിങ്സ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ നെയ്യ് നന്നായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പായസത്തിൻ്റെ വീഡിയോ. ചൂടൊക്കെ പോയി. എങ്ങനെയുണ്ടെന്ന് നോക്കി അമ്മയുടെ പായസം. ഇഷ്ടായോ? ഇഷ്ടായോ? സുഖല്ലേ? അതിനുശേഷം ഞങ്ങൾ ചെറുതായിട്ട് ഔട്ടിങ്ങിന് പോയിട്ട് വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ട് ഔട്ടിങ്ങിന് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു സ്ഥലത്താട്ടോ പോയത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റത്തെ യാത്രയൊക്കെ ഉള്ളൂ. അമ്മയുടെ ബ്രദർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ. നമുക്കൊന്നൊരു റിലാക്സേഷനായിട്ട് ഇരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പം കുറച്ചുകൂടി നമുക്ക് മൈൻഡൊക്കെ നമുക്ക് നല്ല ഒരു സെറ്റായിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, തിക്കും തിരക്കൊന്നും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ അവളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിള്ളേരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവരുടെയൊക്കെ കൂടെ കൂട്ടുകൂടി കളിക്കുകയും ഒക്കെ ചെയ്ത് ഒരു 5-5:30 ആയപ്പോഴത്തേനാണ് ഞങ്ങൾ ഇറങ്ങിയത്. കണ്ടില്ലേ, നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ വഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൽ കയറാനൊക്കെ ഒരു മടിയായതുകൊണ്ട് ഞാൻ കയറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവരാരും കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ സന്തോഷമായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. സ്റ്റിൽ ദെൻ ബൈ ബൈ.